കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. ബാങ്കിൽ നിന്ന് വായ്പ തിരിച്ചടയ്ക്കാൻ നിരന്തരമായ സമ്മർദ്ദമുണ്ടായെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ അമ്മ ഷമി. റഹീം നൽകിയ 4 ലക്ഷം രൂപയിൽ 2 ലക്ഷം അഫാൻ ബാങ്കിൽ അടച്ചു. ബാക്കി 2 ലക്ഷവും കൊലപാതകത്തിന് ഒരാഴ്ച മുമ്പ് അബ്ദുൾ റഹീം കൊടുത്തയച്ച 60,000 രൂപയും എന്ത് ചെയ്തു എന്നതിൽ ഉമ്മ ഷമി മറുപടി പറഞ്ഞില്ല. അഫാൻ ആരെയും കൊല്ലില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ് ഉമ്മ. ദിവസമാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ ഉമ്മ ആശുപത്രി വിട്ടത്. ഭർത്താവ് അബ്ദുൾ റഹീമുമായി ഷമി സംസാരിച്ച വിവരങ്ങളാണ് കൈരളി ന്യൂസിന് ലഭിച്ചത്. ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോണെടുത്ത തുക തിരികെ നൽകാൻ നിരന്തരം സമ്മർദ്ദമുണ്ടായിരുന്നു. അക്കാര്യം റഹീമിനെ അറിയിച്ചതിനെ തുടർന്ന് 4 ലക്ഷം രൂപ വീട്ടിലെത്തിച്ച് നൽകി. എന്നാൽ അതിൽ 2 ലക്ഷം രൂപ മാത്രമാണ് അഫാൻ ബാങ്കിൽ അടച്ചത്. ബാക്കി 2 ലക്ഷം രൂപ എന്തു ചെയ്തു എന്നതിൽ ഷമി മറുപടി നൽകിയില്ല. കൊലപാതകങ്ങൾ നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് 60,000 രൂപയും റഹീം എത്തിച്ചു നൽകി. അഫാൻ പണയപ്പെടുത്തിയ ഫർസാനയുടെ ആഭരണം എടുത്തു നൽകാനും വീട്ടുചെലവിനുമായാണ് പണം നൽകിയത്. വീട്ടുചെലവിനായി റഹീം മുമ്പും പണം നൽകാറുണ്ടായിരുന്നു. ഫർസാനയുമായുള്ള അഫാന്റെ ബന്ധവും റഹീം അറിഞ്ഞിരുന്നു. പഠിച്ച് ജോലി വാങ്ങിയാൽ വിവാഹം നടത്താമെന്ന് റഹീം അഫാനോട് പറഞ്ഞിരുന്നു. അഫാൻ ആരെയും കൊല്ലില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഷമി എന്നാൽ പേരമലയിലെ വീട്ടിലേക്ക് താനിനി പോകില്ലെന്നും റഹീമിനോട് പറഞ്ഞു. കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് അപകടമുണ്ടായത് എന്നാണ് ഷമി ബന്ധുക്കളോടും പറയുന്നത്. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്ന ഷമി മാനസിക നില പൂർണ്ണമായും വീണ്ടെടുത്തിട്ടില്ല. ഇക്കാര്യം കൂടുതൽ നിരീക്ഷിച്ച ശേഷമാകും ഷമിയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.